ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഹെയർ പാക്ക് അല്ല, പക്ഷേ നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട്, നല്ല ഉള്ളോടുകൂടി നല്ല കട്ടിയായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അത് എന്താണ് സംഭവം എന്നും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവാണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കണം. ഞാൻ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ ഇത്. നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇല്ലേ, അതെടുക്കുക. അത് 2 സ്പൂണാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങളെ മുടിക്ക് എത്രയാണ് ആവശ്യം അത്രയും എടുക്കുക കേട്ടോ. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണ. ആവണക്കെണ്ണ ഞാനിവിടെ 1 സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് 1 സ്പൂൺ ആവണക്കെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അത് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. അത് 2 എണ്ണമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എടുത്തതുപോലെ നിങ്ങളുടെ മുടിക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ മുടിക്കുള്ളതാണ് കേട്ടോ. അതായത് 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ കാസ്റ്റർ ഓയിലും 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും. അടുത്തായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രമാണ് വേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അതായത് കുറേ വെള്ളം കൊള്ളുന്നതും അതിൽ വേറൊരു പാത്രം ഇറക്കി വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചൂടാക്കിയ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് പാട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തിളപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ചൂടാറാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഓയിലിൻ്റെ മിക്സ് ഇതിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് കത്തിച്ച് അതിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ തീ ഡയറക്റ്റ് ആയിട്ട് പാത്രത്തിലേക്ക് വരികയും അത് അകത്തേക്ക് എടുക്കുകയും ചെയ്യണോണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യണത് കേട്ടോ. ഈ ഒരു ഓയിൽ മിക്സ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് ഇതേപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്താൽ മാത്രമേ അത് നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് വെറുതെ ഇത് ഓയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് കിട്ടില്ല. ഇതേപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഹെയറിൽ. ഇനി ഇത് എങ്ങനെയാണ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ മുടി 2 സൈഡിലേക്ക് ഇട്ടിട്ട്, അതായത് പാർട്ടീഷൻ തിരിച്ചിട്ട് നല്ലോണം ജടയൊക്കെ കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. നല്ലോണം ജട കളയണം. ജട കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആവണക്കണ്ണ ഓൾറെഡി നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുടിയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈരുമ്പോഴത്തേനും മുടിയിൽ നിന്ന് നല്ലോണം മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മുടിയിലുള്ള ജടയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യം ഞാനിവിടെ കൈ വെച്ചിട്ടാണ് എൻ്റെ ജടയൊക്കെ കളഞ്ഞെടുത്തത്. അതിനുശേഷം ഇതേപോലെ ചീപ്പ് എടുത്തിട്ട് ഞാൻ ഈരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജടയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ട് എൻ്റെ മുടി. ഇനി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഓയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അടിയിൽ പോയി കിടക്കുക കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ കാണാത്തത്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ കോട്ടൻ്റെ പഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് എത്തണം. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ആയിരിക്കണം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ വൗച്ചിലെടുത്തിട്ട് വേണം നമ്മൾ എന്താ പറയുക ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാണ്ട് വെറുതെ കയ്യിൽ പരട്ടി തേച്ചത് കൊണ്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് മര്യാദയ്ക്ക് എത്തൂല. അതുപോലെ തന്നെ 100% റിസൾട്ട് കിട്ടാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 100% നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ ഒരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ. ഞാനിവിടെ ബാക്ക് സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഓയിൽ, അതായത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഓയിൽ ഞാൻ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുടീൻ്റെ അറ്റത്ത് തുമ്പത്തും ഞാൻ ഇതേപോലെ തന്നെ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 തുമ്പിലും ഞാൻ ഇതേപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5 to 10
മിനിറ്റെങ്കിലും നമ്മൾ നല്ലോണം ഒന്ന് തല മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ സ്പീഡിലിട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത്. സമയം എടുത്തിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടി ഇതേപോലെ ഇൻവേർഷൻ മെത്തേഡിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒരു 5 മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ ആ ഒരു ഓയിൽ തേച്ചതിൻ്റെ ഫുൾ എഫക്റ്റ് അല്ലെങ്കിൽ ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. മുടിയിലുണ്ടാവുന്ന താരനൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ മുടി വളരാനും മുടി നന്നായിട്ട് കട്ടിയോടുകൂടി വളരാൻ, അതായത് പെട്ടെന്ന് മുടി വളരാനൊക്കെ ആയിട്ട് ഈ ഒരു സംഭവം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ മുടിയിൽ ഞാൻ ഓയിലൊക്കെ പരട്ടിയതിന് ശേഷം ഇതേപോലെ കെട്ടി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഇതേപോലെ ഇരുന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടന്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.